2025 മുൻപ് ജാതി സെൻസസ് നടപ്പിലാക്കുമെന്ന് സമാജ്വാദി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. 2029 ആകുമ്പോഴേക്കും ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്നും വാഗ്ദാനമുണ്ട്. പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ? ജാതി സെൻസസ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒന്നാണല്ലോ. തീർച്ചയായും അനുജ, ഈ ജാതി സെൻസസ് എന്ന ആശയവുമായി ഇന്ത്യ മുന്നണി മുന്നോട്ട് വന്ന ഘട്ടത്തിൽ തന്നെ അതിന് ശക്തമായുള്ള പിന്തുണയുമായി അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരുന്നു. ബീഹാറിൽ നടപ്പാക്കിയതിന് പിന്നാലെ തന്നെ ഉത്തർപ്രദേശിൽ ഇത് നടപ്പാക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. തങ്ങളുടെ പ്രകടന പത്രികയിലും സമാജ്വാദി പാർട്ടി ഇക്കാര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അനിവാര്യമായ ഒരു ഘടകമാണ് ജാതി സെൻസസ് നിലവിലെ പശ്ചാത്തലത്തിൽ എന്നാണ് ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രികയായ ജനതാ കാ മാങ് പത്ര എന്ന രേഖയിൽ സമാജ്വാദി പാർട്ടി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ 2025 മുമ്പായി തന്നെ ഈ ജാതി സെൻസസ് നടപ്പാക്കുമെന്ന പ്രഖ്യാപനം ഈ രേഖ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതുകൂടാതെ 2029 രാജ്യത്ത് ദാരിദ്ര്യം തുടച്ചു നീക്കും എന്നും ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറയുന്നു. ഇതുകൂടാതെ കർഷകർക്കും ഉള്ള വാഗ്ദാനങ്ങൾ, നിരവധി വാഗ്ദാനങ്ങൾ യുവാക്കൾക്കും പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ്, ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കുന്ന ജനാധിപത്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി കണ്ട് വോട്ട് ചെയ്യണം എന്ന അഭ്യർത്ഥനയാണ് സമാജ്വാദി പാർട്ടി ഈ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. സമാജ്വാദി പാർട്ടിയുടെ പ്രകടന പത്രികയുടെ വിശദാംശങ്ങളാണ് ബൽറാം നെടുങ്ങാടി തന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ജാതി സെൻസസ് നടപ്പാക്കും എന്നുള്ള വാഗ്ദാനം.